പെട്രോൾ പമ്പുകളിലും ലക്ഷങ്ങളുടെ ബാധ്യത സർക്കാർ വകുപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ആകെ കുഴഞ്ഞു മറിയുന്നത് ഡീലർമാരും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുമാണ്. കാരണം അവരുടെ കൃത്യമായ ഒരു ചിട്ടയായ ഒരു സാമ്പത്തിക ക്രമം അത് ഇല്ലാതാവുകയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഇനി ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ തുടരുകയാണെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ ശമ്പളവും അതുപോലുള്ള ആനുകൂല്യങ്ങളും ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും കടക്കാൻ നിർബന്ധിതരാവും ഡീലർമാർ ഉൾപ്പെടെയുള്ളവർ. തൃശ്ശൂർ പറവട്ടാനിയുള്ള അനിത്യ പെട്രോൾ പമ്പ് ഉടമയാണ് നമ്മോടൊപ്പം ഉള്ളത്. കൃഷ്ണദാസാണ്. ഈ ജില്ലയിലെ മൊത്തം കണക്കും കൃഷ്ണദാസിന് അറിയാം. കാരണം കൃഷ്ണദാസ് ജില്ലയുടെ ഇവരുടെ സംഘടനയുടെ ചുമതലയുള്ള ആളും കൂടിയാണ്. ജില്ലയിൽ മൊത്തം ഒരു 205 പമ്പുകളുണ്ട്. അപ്പോൾ അതിന് മുമ്പിൻ്റെ ജസ്റ്റ് ഒന്ന് ഒരു വേഗമായിട്ട് എടുത്തപ്പോൾ ഏകദേശം 85 ലക്ഷം രൂപയുടെ കണക്കാണ് വന്നത്. 85 ലക്ഷം രൂപയിൽ 35 lakhs പോലീസിൻ്റെ മാത്രമായിട്ടാണ് വന്നത്. ഈ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 2, 3, 4 മാസമായിട്ട് പെൻഡിങ് നിൽക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഒരു ഡീലറിനെ സംബന്ധിച്ചത് വലിയൊരു പ്രശ്നമാണ്. ബാങ്ക് എല്ലാ മാസവും നമ്മളിൽ നിന്ന് കൃത്യമായിട്ട് എത്രയാണ് കൊടുക്കാനുള്ളത്, എത്രയാണ് കിട്ടാനുള്ള കണക്ക് കൃത്യമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്താ ഈ പൈസയുടെ കാര്യങ്ങളെന്ന് അന്വേഷിക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്നൊരു മറുപടി? എന്താ ഫസ്റ്റ് മറുപടി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ഫണ്ട് ക്യൂവിലാണ്, ട്രഷറി ക്യൂവിലാണെന്നാണ് പറയുക. അത് നമുക്ക് ഏത് ക്യൂവിലാണ്, അത് എത്രാം സ്ഥാനത്തിലാണ്, ഇപ്പോൾ കിട്ടുമോ, എന്ന് കിട്ടും എന്നുള്ളൊരു ഉറപ്പില്ല. ക്യൂവിലാണെന്ന് മാത്രമേ പറയുള്ളൂ. രണ്ടാമത്തെ മറുപടി കിട്ടാതെ വളരെ രസകരമായിട്ടുള്ള സംഭവം, അതായത് എൻ്റെ ഡ്യൂട്ടിയല്ല, അത് മുൻ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടിയായിരുന്നു. ആളാണത് ചെയ്തു തരേണ്ടത്, അല്ലാണ്ട് നമ്മളല്ല. നിങ്ങൾ മുൻ ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കും. അപ്പോൾ ആൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, അവിടുന്ന് പോസ്റ്റ് മാറി അല്ലെങ്കിൽ റിട്ടയറായി പോയിട്ടുണ്ടാവും. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീലർക്ക് വേറെ രക്ഷയൊന്നുമില്ല. കൂടുതൽ ന്യൂ ഇയറും സമയത്ത് മിക്ക പമ്പുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ 8 മണി തൊട്ടിട്ട് ഞങ്ങൾ പമ്പ് ക്ലോസ് ചെയ്യും. അതിൻ്റെ മുന്നോടിയായിട്ട് എന്ന് വെച്ചാൽ ഒരു ടോക്കൺ സമരത്തിനുള്ള രീതിയിൽ എന്നുവെച്ചാൽ അധികാരികൾക്ക് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി. എന്താ വെച്ചാൽ ഒന്ന് ക്രെഡിറ്റിൻ്റെയും ഒന്ന് ഈ പമ്പിൽ സ്റ്റാഫിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ. പോലീസാണ് ഏറ്റവും അധികം പണം ഇവിടെ നൽകാനുള്ളത്, അല്ലെങ്കിൽ പമ്പുകളിൽ നൽകാനുള്ളത്. പക്ഷേ ആ പോലീസിനെ പലപ്പോഴും ഈ പമ്പുകാർക്ക് എന്തെങ്കിലും ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ വിളിക്കുമ്പോൾ പല സമയങ്ങളിലും ലഭ്യമാകാറില്ല, കൃത്യമായി നടപടി എടുക്കാറില്ല. ശാരീരികമായിട്ട് ഇപ്പോൾ ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു വിധത്തിൽ പ്രിവെൻറ്റ് ചെയ്തു. പക്ഷേ അന്ന് ഞങ്ങൾ എംപ്ലോയീസ് മാത്രമേ ഒപ്പം നിന്നുള്ളൂ. ഇവിടെ ഒരുപാട് ആൾക്കാർ പെട്രോളടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ക്യാമറ എടുത്തിട്ട് ഷൂട്ടിങ് മാത്രമേ ഉണ്ടായുള്ളൂ. ഒരാൾ പോലും ഇടപെട്ടില്ല. പോലീസുകാരും വരാൻ കുറച്ച് വൈകി. അവർക്ക് അന്ന് CMൻ്റെ പരിപാടി ഉണ്ടായതുകൊണ്ട് ഇവിടെ സ്റ്റേഷനിൽ ആളിനാണെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവർ വന്നു. അത് ശരിയാണ്. ഇതുവരെയും പിടിച്ചോ? ആളിതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഇവിടെ ഈ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പറഞ്ഞത്. പല വിധത്തിലുള്ള ആൾക്കാരാണ് വരിക. ചിലർ നന്നായിട്ട് സംസാരിക്കും, പെരുമാറും. ചിലർ നമ്മളെ ഒരുമാതിരി വല്ലാണ്ട് കുറഞ്ഞ ആൾക്കാരായിട്ട് കണ്ടിട്ട് ഒരു അധികാരഭാവത്തോടു കൂടി സംസാരിക്കും. അപ്പോൾ അവർക്ക് മേലും കീഴും നോക്കാനില്ല. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കരി പിടിക്കാനാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു സെക്കൻഡ് നേരത്തിൽ മതി ഒരാളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ. ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഡീലർമാരെല്ലാം വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കായിരിക്കും ചെന്നെത്തുക. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.